ബ്യൂട്ടി മീൻസ് ക്വാളിറ്റി. ക്വാളിറ്റി പ്രൊഡക്ട്സുകളുമായി നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങളെ സാക്ഷാത്കരിക്കുന്നതിന് ഞങ്ങളുണ്ട് കൂടെ. റോയൽ ബ്യൂട്ടി പാർലർ ആൻഡ് സ്പാ, ചേലക്കര. തെരുവത്തുപള്ളി മതസൗഹാർദ്ദ ആണ്ടുനേർച്ചയോടനുബന്ധിച്ച് മലേശമംഗലം യുവജന സംഘം സംഘടിപ്പിച്ച ആഘോഷ പരിപാടികൾ പ്രൗഢമായി. KL09 പോലീസ് മുന്നറിയിപ്പാണ്. വാഹനം മാറ്റിയിടണമെന്ന് പ്രത്യേകമായി അറിയിച്ചുകൊള്ളുന്നു. മാറ്റി നിർത്തുക. പാലക്കാട് ജില്ലയിലെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള തെരുവത്തപ്പള്ളി മഖാമിലെ ആണ്ടുനേർച്ച മതസൌഹാർദ്ദത്തിന്റെ കൂട്ടായ്മയോടെ അതിഗംഭീരമായി ആഘോഷിച്ചു. മതസൌഹാർദ്ദം ഇവിടുത്തെ ആനന്ദ കാഴ്ചയാണ്. ആയിരക്കണക്കിന് ജനങ്ങളാണ് മഖാമിൽ പ്രാർത്ഥിക്കാനായി എത്തിയത്. ഇവർക്കെല്ലാ സൌകര്യങ്ങളും ചെയ്തു കൊടുത്തു പള്ളി ഭാരവാഹികളും പോലീസ് അധികാരികളും. ഒരു 500 വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഷെയ്ഖ് മുഹമ്മദ് ഔലിയ എന്നുള്ള പേരുള്ള ഈ മഹാൻ ഈ നാട്ടിലേക്ക് തമിഴ്നാടിൻ്റെ തീരപ്രദേശത്തുള്ള മഹമ്മൂദ് ബന്ദർ എന്ന സ്ഥലത്ത് നിന്നും പാലായനം ചെയ്ത് ഈ പല്ലഞ്ചാത്തന്നൂർ പ്രദേശത്ത് എത്തുമ്പോൾ ഇവിടെ അദ്ദേഹത്തിന് താമസിക്കാൻ, ഈ പ്രാർത്ഥന ചെയ്യാൻ, നമസ്കരിക്കാൻ ഒരു സ്ഥലം ആവശ്യമാണെന്ന് ഉള്ളതുകൊണ്ട് അന്നത്തെ നാടുവാഴികളായിരുന്ന ഇളയാട്ടിൽ തറവാട് കാരണന്മാരെ സമീപിച്ച് തനിക്ക് ഇരിക്കാൻ അല്പം ഭൂമി ആവശ്യപ്പെടുന്നു. ആ കാലഘട്ടത്തിൽ വർദ്ധിച്ച വരൾച്ച അനുഭവപ്പെടുന്ന കാലമായതുകൊണ്ട് ഇളയാട്ടിലെ നായർ തറവാട്ട് കാരണവർ അദ്ദേഹം ദാനമായി നൽകിയ ഈ ഭൂമിയിലാണ് ഈ മഹാനവറുകൾ മറബട്ട് മക്ബറയായി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം. അന്ന് കൊടും വരൾച്ചയായതുകൊണ്ട് ഇദ്ദേഹം നമ്മുടെ മഹാനവർ പ്രാർത്ഥിക്കുകയും വലിയ മഴ ലഭിക്കുകയും കാർഷിക ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ടാവുകയും വളരെ നല്ല നിലയിൽ പക്ഷിമൃഗാദികൾക്കെല്ലാം തന്നെ ഗുണമാവുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ മകരമാസത്തിൽ വെളുത്ത വാവ് വരുന്ന നല്ല പ്രഭയുള്ള ദിവസങ്ങളിൽ ഇതൊരു ആഘോഷമായി എല്ലാ കാർഷിക വിഭവങ്ങളും ഇവിടെ കൊണ്ടുവരികയും അന്ന് ഈ വളർത്തുമൃഗങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് പ്രദക്ഷിണം ചെയ്യിക്കുന്നതും ഇവിടുത്തെ മാത്രം ഒരു പ്രത്യേകമായ ഇതാണ്. ഇതൊരു കാർഷിക ഉത്സവത്തിൻ്റെ ഭാഗം കൂടിയാണ്. തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നുമായി നിരവധി കർഷകരും നാട്ടുകാരുമാണ് ആദ്യമായി ലഭിച്ച വിളവെടുപ്പുമായി പള്ളിയിലെത്തുകയും ദർശനം നടത്തുകയും ചെയ്തത്. 1585 മുതൽ സർവ്വമത പ്രാർത്ഥനാ കേന്ദ്രമാണ് പല്ലഞ്ചാത്തന്നൂർ തെരുവന്തുപള്ളി നേർച്ച. കുഴൽമന്ദം, മാന്തൂർ, കുത്തന്നൂർ തുടങ്ങി 22 ഭാഗങ്ങളിൽ നിന്നും നിരവധി നേർച്ച കമ്മിറ്റികളുടെയും വിവിധ സമിതികളുടെയും നേതൃത്വത്തിൽ പള്ളിയിലെത്തി അപ്പപ്പെട്ടികൾ സമർപ്പിച്ചാണ് നേർച്ച ആഘോഷിക്കുക. ആദ്യകാലങ്ങളിൽ നേർച്ചകൾ പള്ളിയിൽ കയറുന്നതിനു മുൻപ് പ്രത്യേക മുസ്ലിം കുടുംബങ്ങളെ മാത്രമായിരുന്നു അനുവദിച്ചിരുന്നത്. പിന്നീട് അപ്പപ്പെട്ടി സമർപ്പണം ജനകീയമാക്കി. 3 ദിവസങ്ങളായിട്ടാണ് പ്രധാന നേർച്ച. ഇതിൽ ആനയും മറ്റ് ദേശക്കാരുടെ നേർച്ചകളും വരും. വ്യാഴാഴ്ച പുലർച്ചെ വരെ നേർച്ചകളും മറ്റു കാളകളും കുതിരകളും പള്ളിയിൽ എത്തിച്ചേരും. കാളകളെയും കുതിരകളെയും സമീപത്തുള്ള കനാലിൽ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം പള്ളിയിലേക്ക് കൊണ്ടുവരികയുള്ളൂ. ഇതുകൂടാതെ ദഫ്മുട്ടിന്റെ അകമ്പടിയോടെ നിരവധി നേർച്ചകൾ വിവിധ സ്ഥലങ്ങളിൽ നിന്നും പള്ളിയിലെത്തും. പഴം, ചന്ദനത്തിരി, പഞ്ചസാര, പൊരികടല, നെല്ല് കൊണ്ടുവരും, നാളികേരം കൊണ്ടുവരാനുണ്ട്. വീട്ടിൽ എന്താ ഉള്ളത് പറഞ്ഞാൽ അതെല്ലാം കൊണ്ടുവരും. അപ്പോൾ നമ്മുടെ വിശ്വാസം പഴയ കാലം മുതലേ തുടങ്ങിയതാണ്. കൃഷിയുള്ളത് കൊണ്ട് നെല്ല് കൊണ്ടുവരും, നാളികേരം, അങ്ങനെ എന്താണ് വീട്ടിലെ വിളവ് പറഞ്ഞാൽ ഇവിടെ കൊണ്ട് കൊടുക്കും. വണ്ടി വാങ്ങിക്കാൻ കൊണ്ട് പള്ളിയിൽ കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക് CCV.